Hello YouTubers, good morning everyone. It's a very fine Sunday morning over here in Bangalore. It's very difficult to get this kind of morning in Bangalore nowadays. It's very hot here in Bangalore. So unlike my other videos over here, this video I wanted to do in my mother tongue, which is Malayalam. So I am continuing it with it. I'll be putting a subtitle over there. So എല്ലാ മലയാളികൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു വ്ളോഗറാണ്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡുക്കാട്ടി സ്ക്രാംബ്ലർ 800cc ആണ്. ഇത് എൻ്റെ ബൈക്കല്ല, ഞാൻ റെൻറ്റ് ചെയ്ത ബൈക്കാണ്. എൻ്റെ സ്വന്തം ബൈക്ക് എന്ന് പറയുന്നത് ഒരു CBR 250R ABS വേർഷനാണ്. ബേസിക്കലി ഞാൻ മലബാറിൽ നിന്നുള്ള ഒരാളാണ്. ആൻഡ് ഐ ലിവ് ഇൻ ബാംഗ്ലൂർ. സോ എൻ്റെ ട്രിപ്പുകളെല്ലാം തന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിരിക്കും. കർണാടകം മുഴുവൻ ചുറ്റുന്ന ഒരു രീതിയിലുള്ള ട്രിപ്പുകളാണ്. ഈ ഒരു മലയാളം വ്ളോഗ് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് കേരള വ്ളോഗേഴ്സിനെ യൂട്യൂബിൽ കണ്ടു. പക്ഷെ അവരാരും തന്നെ മലയാളത്തിൽ വ്ളോഗ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് മോട്ടോ വ്ളോഗേഴ്സിനെയാണ്. ഒരുപക്ഷെ അതിന് മെയിൻ കാരണം ഇത് ഇംഗ്ലീഷിലുള്ളൊരു സംഭവമാണെന്നും അത് മലയാളത്തിലേക്ക് ഇറക്കി ചളമാക്കണ്ട എന്ന് കരുതിയിട്ടും ആയിരിക്കണം. പണ്ട് നമ്മളൊക്കെ EPL കണ്ടുകൊണ്ടിരുന്ന കാലത്ത് ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ഈ പണ്ടാരൊന്നും മലയാളത്തിൽ കേട്ടിരുന്നെങ്കിൽ ഒന്നൊന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് വന്നപ്പോൾ അതിൻ്റെ കോമൻട്രി കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു, ഈ പണ്ടാരക്കാലിന് ഈ പണിയൊന്നും നിർത്തിയിട്ട് പോയിക്കൂടെ, ഇതിന് ഇംഗ്ലീഷ് തന്നെ മതി, മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പോലെ വരെ തോന്നിയിട്ടുണ്ട്. സോ അതായിരിക്കും കാരണം മറ്റ് വ്ളോഗേഴ്സ് മലയാളത്തിൽ സംസാരിക്കാത്തതിൻ്റെ. പിന്നെ ഈ ഒരു വ്ളോഗ് എനിക്ക് കേരളത്തിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ വീക്കെൻഡ് കേരളത്തിലേക്ക് റൈഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. സോ പറഞ്ഞ പോലെ ഞാൻ മലബാറിൽ നിന്നുള്ള ഒരാളാണ്, കോഴിക്കോട് നിന്നുള്ള ഒരാളാണ്. എൻ്റെ സ്ഥിരം റൂട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂർ, മൈസൂർ, വയനാട്, കണ്ണൂർ, കോഴിക്കോട് ഈ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ റൈഡ് ചെയ്യാറ്. സോ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ബൈക്കേഴ്സ് ഒരുപാടുള്ളൊരു സിറ്റിയാണ്. നല്ല ക്ലൈമറ്റ് ഉള്ളൊരു സിറ്റിയാണ് ഇവിടെ. ശനിയും ഞായറൊക്കെ പകലിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സൂപ്പർ ബൈക്സും എല്ലാ രീതിയിലുള്ള ബൈക്കുകളും കാണുന്ന ഒരു സ്ഥലമാണ്. സോ പറഞ്ഞ പോലെ എൻ്റെ വീക്കെൻഡ് റൈഡ്സും എല്ലാം തന്നെ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെ നിന്ന് ഒരുപാട് ഹിൽ സ്റ്റേഷനുകളിലേക്കും എല്ലാം കുറേ കൂടെ ഈസി ആക്സസിബിൾ ആണ്. ഞാൻ ബേസിക്കലി ഒരു ട്രാവലറും ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അതാണ് മെയിൻ കാരണം. പിന്നെ ആ ഫോട്ടോഗ്രാഫിയിലുള്ളൊരു ഇൻട്രസ്റ്റാണ് എന്നെ വീഡിയോ ഉണ്ടാക്കാനും കൂടെ മോട്ടിവേറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ വ്ളോഗ് തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ മുൻപുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് എൻ്റെ ട്രാവലിംഗ് വീഡിയോസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു വോയിസ് ഓവർ ചെയ്യാറില്ലായിരുന്നു. വെരി റീസെൻ്റ്ലി ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ മനസ്സിലേക്ക് വരാറുണ്ട്. അത് പലതും ചിലർ സംസാരിക്കും പില്യണിനോട്, ചിലരത് സ്വന്തം മനസ്സിൽ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കും. സോ ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിലെ ചിന്തകളെന്നുകൊണ്ട് ഞാൻ യൂട്യൂബിൽ വഴി ആൾക്കാരോട് പറഞ്ഞുകൂടാണ്. ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരു റൈഡറാണ്, നിങ്ങൾ ബാംഗ്ലൂർ വഴിയാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ അറിയിക്കുക. ഫ്രീ ആണെങ്കിൽ എന്തായാലും ഞാൻ കൂടെ റൈഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോൻ്റെ ചോട്ടിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എൻ്റെ ബാക്കി വീഡിയോസ് എല്ലാം കാണുക. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ഈ ചാനലിനെ വിലയിരുത്തരുത്. അത് ഞാൻ ഇന്നലെ ഒരു ഇവിടെ ഫോറം മോൾ കോറമംഗലയിൽ പോയപ്പം വളരെ ആക്സിഡൻ്റലായിട്ട് കാണാൻ സാധിച്ചൊരു സെലിബ്രിറ്റി ആയിരുന്നു. അത് ജസ്റ്റ് ഒരു സെലിബ്രിറ്റി എന്ന ലെവലിൽ ഞാൻ കാണുന്നുള്ളൂ. സോ ആ ഒരു വീഡിയോ വെച്ച് ഈ ചാനൽ ഒരു മസാല ചാനലാണ് എന്നൊന്നും കരുതണ്ട. ഇതൊരു മോട്ടോർ സൈക്കിൾ ചാനലാണ്. ഈ ചാനലിൽ കൂടുതലും ഫോട്ടോഗ്രാഫി, മോട്ടോർ സൈക്കിൾസ്, ട്രാവലിംഗ് ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതലും സംസാരിക്കുന്നത്. പിന്നെ ആ ഒരു വീഡിയോ ഞാനിപ്പം ആ വ്യക്തിയെ കാണുന്നത് എന്താ പറയുക, നമ്മളിപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് അമിതാഭ് ബച്ചനെയോ സച്ചിൻ ടെണ്ടുൽക്കറിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് അതുപോലെയാണ് ഞാൻ കാണുന്നത്.
പക്ഷേ നിങ്ങളൊരിക്കലും വിചാരിക്കരുത് ഞാൻ അമിതാഭ് ബച്ചനെയും അതുപോലെയാണ് കാണുന്നതെന്ന്. ഏതായാലും നമുക്ക് ആ ടോപ്പിക്ക് വിടാം. ഏതോ ഒരു സൂപ്പർ ബൈക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇറ്റ്സ് എ കവാസാക്കി Z800. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണത്. കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയും ആ വണ്ടിയും തമ്മിൽ എൻജിൻ കപ്പാസിറ്റിയിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ അത് വേ പവർഫുള്ളാണ്. അത് 110+ bhp ഉള്ളൊരു വണ്ടിയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അറൗണ്ട് 80-90 bhp ഉള്ളൊരു വണ്ടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരുപാട് പോകുന്നില്ല. കാരണം ബാംഗ്ലൂരിൽ പൊതുവേ ഉള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും ഒരേ ബൈക്കിലോ അല്ലെങ്കിൽ സിമിലർ കപ്പാസിറ്റിയിലുള്ള ബൈക്കിലോ വന്ന് ഒരു സിഗ്നലിൽ ഫ്രണ്ടിൽ തന്നെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ എന്താ വെച്ചാൽ നമ്മൾ ഒരു റേസിന് റെഡിയായി നിൽക്കുന്നു എന്നാണ്. സോ അദ്ദേഹം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടാവരുതെന്ന് വിചാരിക്കാം. ഓക്കെ, അദ്ദേഹം ഒരു ഡീസൻറ്റ് ജെന്റിൽമാൻ ആണ്. ഒരു രീതിയിലും പ്രൊവോക്ഡ് ആയിട്ടില്ല ഞാൻ അടുത്ത് ചെന്ന് നിന്നു എന്നുള്ള കാര്യത്തിന്. ഓക്കെ, ദിസ് ബൈക്ക് ഈസ് സോ ഡാം ഗുഡ്. ഓക്കെ, എനിക്ക് ഇവിടെ നിന്നാണ് U-ടേൺ എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ ഒരു കമൻറ്റ് കൂടി ചെയ്യുക എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന്. പിന്നെ ദയവ് ചെയ്ത് പൊങ്കാലയൊന്നും ഇടരുത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നാൽ മതി, നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നോളാം. സോ അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ നെക്സ്റ്റ് മലയാളം വ്ളോഗ് എന്നുള്ളത് മിക്കവാറും നെക്സ്റ്റ് ടൈം ഞാൻ കേരളത്തിലേക്ക് വരുമ്പോഴായിരിക്കും. അത് കണ്ണൂർ കോഴിക്കോട് വഴിയായിരിക്കും. സോ സ്റ്റേ ട്യൂൺ വിത്ത് മൈ ചാനൽ. കൂടുതൽ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ കാണാം. ബൈ ബൈ, സീ യു.